സങ്കീർത്തനങ്ങൾ 138:7 ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. മരുഭൂമിയിലെ യാത്രയിൽ തന്റെ ജനത്തിന് ശൂർ മരുഭൂമിയിലെ മാറ എന്ന സ്ഥലത്ത് വെള്ളം കയ്പ് നിറഞ്ഞതായിരുന്നതിനാൽ കുടിപ്പാൻ കഴിഞ്ഞില്ല. ജനം പിറുപിറുത്തപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം കാണിച്ചു കൊടുത്ത ഒരു വൃക്ഷം അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്നവൻ, നമുക്ക് വഴി കാണിച്ചു തരുന്നവൻ. മോവാബ് ദേശത്ത് നിന്ന് ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട നവോമി തന്റെ മരുമകളായ രൂത്തിനോടൊപ്പം ബെത്ലഹേമിൽ തിരിച്ചെത്തി. ആ പട്ടണം മുഴുവൻ ഇളകി. നവോമി തന്നെ ഒന്ന് അത്ഭുതത്തോട് ചോദിച്ചു. നവോമിയുടെ നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഓർത്ത് തന്നെ ഇനി നവോമി എന്നല്ല മാറ എന്ന് വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായ യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു എന്ന് പറയാനിടയായി. പിന്നത്തേത് രൂത്ത് മുഖാന്തരം നവോമിയുടെ വംശാവലി യേശുക്രിസ്തുവിലേക്ക് എത്തുവാനും മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ വംശാവലി രൂത്തിന്റെ പേര് വരുവാനും ഇടയായി തീർന്നു. കൈപ്പേറിയ അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ചെവി ചായിക്കുകയും ദൈവത്തിന്റെ സമ്പത്തായ നാം ഓരോരുത്തരെയും വിടുവിക്കുകയും ചെയ്യുന്നു. നമ്മെ ശക്തരാക്കി തീർക്കുന്ന ഒരു ദൈവം, വിശുദ്ധിയിൽ മഹിമയുള്ളവൻ, സ്തുതികളിൽ ഭയങ്കരൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. ദൈവം വീണ്ടെടുത്ത തന്റെ ജനത്തെ അവിടുത്തെ ദയയാൽ നടത്തുന്ന അവിടുത്തെ പാദപീഠത്തിൽ നമ്മുടെ സകല ഭാരം ഇറക്കി വെക്കാം. പ്രത്യാശയുള്ളവരായിരിക്കാം. ഇന്ന് നടത്തിയ ദൈവം നാളെയും നടത്തും. എല്ലാ സങ്കടങ്ങളും നമ്മെ വിടുവിച്ച് കഷ്ടതയിൽ കൂടെ നമ്മെ വഴി നടത്തുകയും നമുക്ക് ഉത്തരമരുളുകയും ചെയ്യുന്ന ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. വചനത്തിൽ ഉറയ്ക്കാം. എല്ലാ ഹൃദയങ്ങളെയും ദൈവിക സമാധാനത്താൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.